വിജയ നമസ്കാരം. നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലം തൊട്ട് ശബരിമല സ്ത്രീ പ്രവേശന വിഷയം അല്ലെങ്കിൽ ശബരിമലയിൽ മറ്റെന്തെങ്കിലും പ്രശ്നം നടന്നാൽ അത് വളരെ വലിയ സെൻസിറ്റീവ് ഇഷ്യൂ ആയി മാറാറുണ്ട്. ഇപ്പോൾ ഇലക്ഷനോട് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശബരിമലയെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോഴും ചർച്ചകളെല്ലാം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ശബരിമല സ്വർണപ്പാളി വിഷയം, ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ തിരിമറികൾ, ശബരിമലയിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായി അവിടെയുള്ള പല അട്ടിമറികളും പുറത്തു കൊണ്ടുവന്ന കഥകൾ, ഇതെല്ലാത്തിന്റെ തുടക്കമുണ്ടാകുന്നത് 2018 ശബരിമല സ്ത്രീ പ്രവേശനത്തോടുകൂടെയാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിവേര് മാന്തുകയാണ് ശബരിമല അയ്യപ്പൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അത് കഴിഞ്ഞും 2019 അദ്ദേഹം സ്ത്രീകളെ കയറ്റിയെങ്കിലും പിന്നീട് വന്ന ഒരു ടേമിൽ അദ്ദേഹം വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ശബരിമല അയ്യപ്പൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടെയാണ് എന്ന്. പക്ഷെ അതിനുശേഷം രണ്ടാമത്തെ ടേമിൽ അദ്ദേഹം വളരെ വലിയ പ്രശ്നങ്ങളാണ് ഈ ശബരിമല എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ മാത്രം. ഒരുപക്ഷെ വേറെ ഒന്നും പറയാനില്ല, ശബരിമല മാത്രമാണ് ഇപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾക്ക് എടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പൊ ഈ ശബരിമലയിൽ ഈ സ്ത്രീ പ്രവേശനം ഉണ്ടായത് മുതൽ ഇതുവരെ ഉള്ള ആ ഒരു വിഷയങ്ങളുണ്ടല്ലോ ചേട്ടാ, മൊത്തത്തിൽ ആക്ച്വലി പല ആൾക്കാർ പറയുന്നത് ഇത് അയ്യപ്പന്റെ ഒരു കളിയാണെന്ന് പല ആൾക്കാർ പറയുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ അത് സമ്മതിച്ചു തരാൻ തയ്യാറായിട്ടില്ല. ഈ സ്ത്രീ പ്രവേശനം ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ടും അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ടുമാണ് ഇപ്പോ ഒന്ന് ചവിട്ടി വെച്ചിരിക്കുന്നത്. സ്ത്രീകൾ അവിടെ കയറുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പാർട്ടിയുടെ നിലപാട് എന്നുള്ളത് അവർ കൃത്യമായിട്ട് ഇപ്പോഴും ഊന്നി പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാനായിട്ട് സാധിച്ചാൽ ശബരിമലയിൽ സ്ത്രീകൾ കയറുമോ എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് ശബരിമല, അതാണ് രണ്ടാമത്തെ ചോദ്യം. അതായത് ഇതൊരു അനാചാരമാണെന്നാണ് ഇവർ പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു അനാചാരമാണോ? ഇത് ശബരിമലയിൽ മാത്രമാണോ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തത്? മറ്റു മതങ്ങളിൽ ഇത്തരത്തിൽ ആചാരം ഓർ അനാചാരം വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ അവരവര് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സിന്റെയൊക്കെ ഒരു വിശ്വാസം പോലെ ഇരിക്കും. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ അടുത്ത ചോദ്യം. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഒരു ആചാരത്തിലേക്ക് പോകാം. 2018 ഈ വിധി വരുമ്പോൾ ശബരിമലകൾക്ക് മാത്രമുള്ള വിധിയല്ലായിരുന്നു. പക്ഷെ ആ വിധിയെ പല രീതിയിൽ പലരും പല സംസ്ഥാനത്തും വക്രീകരിച്ചു കൊണ്ടുപോയി. അതിൽ ഈ വിധി വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ച ഒരിടം ശബരിമലയായിരുന്നു. മറ്റൊരു ഇടം മഹാരാഷ്ട്രയിലെ ശിംഘണിപ്പൂർ എന്ന് പറയുന്ന ശനീശ്വര ക്ഷേത്രമായിരുന്നു. പിന്നെ ഒരു കഥ വന്നത് നമ്മുടെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലായിരുന്നു. ഇനി പുരി ജഗന്നാഥ ക്ഷേത്രത്തില് സ്ത്രീ വിലക്കില്ല. നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾ പോലെ അത് നമ്മുടെ ആചാരപരമായ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ നമ്മുടെ പല ക്ഷേത്രങ്ങളിൽ, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ഈ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള അനവധി പേര് അവിടെ എത്തുന്നുണ്ട്. അവരുടെയൊക്കെ ആർത്തവം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അത് അവരുടെ മനസ്സിന്റെ ഒരു വിശ്വാസം മാത്രമാണ്, ആചാരത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ആർത്തവ ഉള്ള ഒരു സ്ത്രീയെ കണ്ടാൽ തിരിച്ചറിയാൻ പ്രത്യേകിച്ച് മെത്തേഡുകളൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോ ഈ വലിയ തിരക്കുള്ള ക്ഷേത്രത്തിൽ അത് വന്നാൽ അറിയുകയുമില്ല. പക്ഷെ അത് നമ്മുടെ വിശ്വാസമാണ്. ഇവിടെ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തില് എങ്ങനെയാണ് ഈ മതമൗലികവാദികളും കമ്മ്യൂണിസ്റ്റുകാരും ആ ക്ഷേത്രത്തിൽ സ്ത്രീ പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞത്? അതിന്റെ ഒരു കാര്യം നോക്കാം. അവിടെ ശരിക്കും പറഞ്ഞാൽ പുരാണത്തിൽ ഒരു കഥയുണ്ട്. പുരി ജഗന്നാഥൻ ഈ രഥയാത്ര നടന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ജഗന്നാഥനോടൊപ്പമുള്ള ദേവി സുഭദ്ര ഈ ആർത്തവ സമയമായിരുന്നു. ആ സമയത്ത് ഈ പുരി ജഗന്നാഥനോടൊപ്പമുള്ള എല്ലാവരും കൂടി ഇരിക്കുന്ന ദേവസദസ്സിലേക്ക് വരികയും പുരി ജഗന്നാഥൻ അനസാര കാലത്തിലേക്ക് പോവുകയും ചെയ്തു. അതായത് അസുഖങ്ങൾ ബാധിച്ചു എന്നൊരു കഥ വരുന്നുണ്ട്. ആ കഥ വളരെ നീണ്ടു കിടക്കുന്നതാണ്. ആ കഥയുമായി അനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ സുഭദ്രയ്ക്ക് അവിടെ വരേണ്ടി വന്നു എന്നും ഈ മറ്റു ദേവന്മാർക്കും ഭഗവാനുമൊക്കെ എങ്ങനെ ഈ അനസാര കാലം വന്നു എന്നും ഒക്കെ അത് പറയുന്നുണ്ട്. ഒരു കഥ മാത്രമാണ്. ഇതുമായി പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശന വിലക്കേ ഇല്ല. ഇത് മുതലെടുത്തുകൊണ്ട് അന്നത്തെ കോൺഗ്രസ് സർക്കാർ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ചെയ്തത് എന്താ? അവിടുത്തെ ഒരു വാതിൽ കൊട്ടിയടച്ചു. ആകെ ഒരു വാതിലിൽ കൂടെ പ്രവേശനം അനുവദിച്ചു. അവരെന്നിട്ട് സ്ത്രീകളെ ഒരു സമയം, പുരുഷന്മാർക്ക് ഒരു സമയം കൊടുത്തു. സ്വാഭാവികമായി ഇത് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് രണ്ടു കൂട്ടർക്കും കൂടെ കയറാനുള്ള സ്പേസ് ഇതിലില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഓരോ രാവിലെ തൊട്ട് ഇത്ര സമയം വരെ പുരുഷന്മാരെ, അത്ര സമയങ്ങളിൽ സ്ത്രീകളെയും കയറ്റി വിടുന്നെന്ന് പറഞ്ഞു. അതായത് മനഃപൂർവമായിട്ട് ഒരു കഥ മെനയുകയും ഉണ്ടാക്കുകയും ചെയ്തു. BJP കയറിയല്ലോ. BJP അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് അവരുടെ പ്രകടന പത്രിക അവർ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അത്. പ്രകടനത്തിൽ അവർ ജയിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്ന കണ്ടതെന്താണ്? അവരുടെ എല്ലാ മന്ത്രിമാരും പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെത്തി എല്ലാ വാതിലുകളും മലർക്കെ തുറന്നിട്ടു. ഇന്ന് അവിടെ സ്ത്രീയും പുരുഷനും ഒന്നിച്ചില്ല അകത്ത് വന്നു. അവിടെ വിലക്കില്ല.
ഈ പുരാണത്തിന്റെ കഥ എടുത്തിട്ടാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞത്. ഇനി ശനി ശിംഗണാപൂരിലേക്ക് വരാം. ശനി ശിംഗണാപൂർ എന്ന് പറയുന്നത് BJPക്ക് ശക്തിയുള്ള കേന്ദ്രത്തിലല്ല, അത് സംഘപരിവാറിന് ശക്തിയുള്ള കേന്ദ്രത്തിലല്ല. അവിടെ തൃപ്തി ദേശായി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റിന്റെ നേതൃത്വത്തിൽ അവിടെ വലിയ പ്രക്ഷോഭം നടന്നു. ഈ വിധിയുടെ പശ്ചാത്തലം അവിടെ കയറാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്ത്രീകൾ ചൂലുമായിട്ട് അവരെ നേരിട്ടിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ നാടിന്റെ ക്ഷേത്രമാണ്, അല്ലാതെ ഇവിടെ സർക്കാരിന്റെയോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാരുടെയോ ഒന്നും അല്ല, ഇത് ഞങ്ങളുടെയാണ്, ഞങ്ങളാണ് തീരുമാനിക്കുന്നത്, ഇവിടെ ആർക്ക് മരണം പോകണം. അതുകൊണ്ട് ഒരു പണി ചെയ്ത് അവർ ഒരു ബാരിക്കേഡ് വെച്ചിട്ട് പറഞ്ഞു, പുരുഷന്മാരും സ്ത്രീകളല്ല ഇനി ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മതി. എണ്ണ നേദ്യമാണ്, എണ്ണ ഇങ്ങനെ അഭിഷേകം ചെയ്യുന്നതാണ് അവിടുത്തെ പ്രധാന വഴി. എണ്ണ ഒരു പാർട്ടിയിൽ ഒഴിച്ചു കൊടുക്കുക, അവിടുന്ന് അഭിഷേകം ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. മുസ്ലിം സമുദായത്തിൽ പ്രവേശനമില്ലാത്ത ആരാധനാലയങ്ങൾ ഇന്ത്യയിലുണ്ട്. ഹാജി ദർഗ, ഹാജി അലി ദർഗ എന്നാണ് അതിന്റെ പേര്, നിസാമുദ്ദീൻ ദർഗ. ഇതിന്റെ ഗർഭഗൃഹത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു 2016 വരെ. ഇനി അതും ഈ പറയുന്ന ആർത്തവത്തിനുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഈ ദർഗയിലേക്ക് ഗർഭഗൃഹത്തിലേക്ക് പ്രവേശനമില്ലാത്തത്. ഇനി കാമാഖ്യ ക്ഷേത്രത്തിലുണ്ട്. അവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് കാമാഖ്യ ക്ഷേത്രത്തിൽ ബാച്ചി മേള എന്ന് പറഞ്ഞൊരു മേളയുണ്ട്, അബുബാച്ചി മേള. അബുബാച്ചി മേളയ്ക്ക് ഇതേ കണക്ക് ആർത്തവകാലത്ത് സ്ത്രീകൾ പങ്കെടുക്കാറില്ല. അതൊരു നിയമപരമായ വിലക്കല്ല. ഞാൻ അതാണ് നേരത്തെ തന്നെ പറഞ്ഞത്. ഇപ്പോ മെൻസസ് ആയ ഒരു സ്ത്രീ ആണോ അല്ലെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിലില്ല. ഇനി അത് എങ്ങനെ, ഇനി ചിലപ്പോൾ അതിനുള്ള മിഷൻ കണ്ടുപിടിക്കണം ഓരോരുത്തർ വന്നിട്ട്. അതില്ലാത്തടത്തോളം കാലം അതിനെ നിയമപരമായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ അത് അവിടുത്തെ ഒരു രീതിയാണ്. ഇനി ക്രിസ്ത്യൻസിന്റെ ഇടയിലുണ്ട്, ഈ ഓർത്തഡോക്സ് വിഭാഗത്തുമായി അതിന്റെ ഒരു രീതി പിന്തുടരുന്ന ഹോളി മൗണ്ടൻ അദോസിലെ മൊണാസ്റ്റിക് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ഏതാണ്ട് 1200 വർഷങ്ങളായിട്ട് അവിടെ സ്ത്രീ പ്രവേശനമില്ല ആ ദേവാലയത്തിൽ. ഇനി മൗണ്ട് ഒമിനെ ജപ്പാനിൽ, അവിടെ 1300 വർഷമായിട്ട് ബുദ്ധമതാചാര പ്രകാരമുള്ള ദേവാലയം, അവിടെ സ്ത്രീ പ്രവേശനമില്ല. ദിഗംബര ജൈന ക്ഷേത്രങ്ങളിൽ അവിടെ ഈ ഗർഭഗൃഹത്തിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആചാരങ്ങളാണ് ആ ഒരു കാര്യങ്ങൾ. ഈ ആചാരം അനുഷ്ഠിക്കേണ്ടത് ആരാണ്? അതിന്റെ വിശ്വാസികളാണ്, അല്ലേ? നമ്മള് ഇപ്പൊ ഒരു വീട്ടിൽ, ഞാൻ ധനുഷിന്റെ വീട്ടിൽ വരുമ്പോൾ ധനുഷിന്റെ വീടിന്റെ നിയമം അനുസരിച്ച് ചെരുപ്പ് പുറത്ത് ഊരിയിട്ടിട്ട് വേണം ഞാൻ അകത്ത് കടക്കാൻ. അതാണ് താങ്കളുടെ വീടിന്റെ ഒരു നിയമം എങ്കിൽ ഞാൻ അതനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ഇല്ലെങ്കിൽ ഞാൻ താങ്കളുടെ വീട്ടിൽ വരണം, ചെരുപ്പ് ഇട്ടുകൊണ്ട് അകത്ത് കയറാനാണ് എനിക്ക് താല്പര്യം. ഒന്നുകിൽ താങ്കളെ ഞാൻ വിളിച്ച് പുറത്തിറക്കി സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ അതിക്രമിച്ച് കയറണം, അല്ലെ? അതായത് വിശ്വാസവും ആചാരവും വിശ്വാസികൾക്കുള്ളതാണ്. അത് ക്രിസ്ത്യൻ ആയാലും മുസ്ലിം ആയാലും സിഖ് ആയാലും ഹിന്ദു ആയാലും ഒക്കെ. അവിടെ ആ വിശ്വാസി മാത്രം പോയാൽ മതി. അവിശ്വാസികളെ ആരെങ്കിലും അങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ ഈ കേരളത്തിൽ സംഭവിച്ചെന്നുള്ള ശബരിമല പോലെയുള്ള അത്യാവശ്യം വരുമാനമുള്ള ഒരു ക്ഷേത്രത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ കമ്മ്യൂണിസ്റ്റുകാർ ശ്രമിച്ചു. ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തു നിന്നുള്ള വലിയ ഫണ്ടിങ് NGO-കൾ വഴി വന്നിട്ട് ഇവിടുത്തെ ഒരു ഹിന്ദു എക്കോ സിസ്റ്റം തകർക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത് ആദ്യത്തെ സംഭവമൊന്നുമില്ല. അവരുടെ മുദ്രാവാക്യം തന്നെ വിഗ്രഹങ്ങൾ തകരട്ടെ, വിപ്ലവം ജയിക്കട്ടെ എന്നാണ്. ഇപ്പോഴവർ ഈ കാണിക്കുന്ന ക്ഷേത്ര ഭക്തിയിലൊന്നും ഒരു കാര്യവുമില്ല. ഇതായിരുന്നു ഇവിടെ സംഭവിച്ചത്. അതായത് ഇത്രയുള്ള അതിന്റെ കാര്യങ്ങൾ. അതായത് ഒരു വിശ്വാസമുള്ളവരല്ലേ പോവുള്ളൂ. നമ്മുടെ ഈ നാട്ടിൽ കേരളത്തിൽ തന്നെ അനേകം ക്ഷേത്രങ്ങളില്ലേ? എല്ലാ ക്ഷേത്രത്തിലും എല്ലാവരും പോകുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഹനുമാനെ ഇഷ്ടമുള്ളവർ ഹനുമാൻ ക്ഷേത്രത്തിൽ പോകും, അല്ലെ? ദേവിയെ ഇഷ്ടമുള്ളവർ ദേവീ ക്ഷേത്രത്തിൽ പോകും, ശിവനെ ഇഷ്ടമുള്ളവർ. അതല്ലാതെ ഇപ്പൊ നമുക്ക് നിർബന്ധിച്ച് ഇന്ന ക്ഷേത്രത്തിലേക്ക് പറയാൻ പറ്റൂ? ഇല്ല. ഈ പോകുന്നവരൊക്കെ ഇടയ്ക്ക് പള്ളി കണ്ടാൽ അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനകത്ത് ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ വിശ്വാസമാണ് ഈ ആർത്തവ സമയത്ത് കയറുക എന്നുള്ളത്. അങ്ങനെ കയറുന്നതുകൊണ്ട് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞത്, അത് കണ്ടുപിടിക്കാൻ വേറെ മാർഗമില്ല. ഞാൻ അങ്ങനെ മദ്യപിച്ച് കയറുന്നവരില്ല ക്ഷേത്രങ്ങളിൽ, മദ്യപിച്ച് പോകുന്നവരില്ല. എത്രയോ ക്ഷേത്രങ്ങളിൽ മദ്യപിച്ച് പോകുന്നവരുണ്ട്. ക്ഷേത്ര പരിസരത്തിരുന്ന് കഞ്ചാവ് വലിക്കുന്നവരില്ലേ? അതുണ്ട്. അപ്പം ഇതെല്ലാം ഇതിനകത്ത് നടക്കും. ഇത് വിശ്വാസിയെ സംബന്ധിച്ച് മാത്രമേ ഇതിനൊരു വിഷയം വരുന്നുള്ളൂ. അപ്പൊ വിശ്വാസികളുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുമ്പോൾ അവൻ പ്രതിഷേധിക്കുക സ്വാഭാവികം മാത്രമാണ്. ധനുഷ് പറഞ്ഞത് കാലത്ത് ഒരു തമാശ ഉണ്ടെങ്കിൽ പോലും അതൊരു സീരിയസ് ആയ കാര്യം. 2018 ഈ വിധി വരുന്നത്. അത് കഴിഞ്ഞ് വന്ന തെരഞ്ഞെടുപ്പിൽ ശ്രീമാൻ പിണറായി വിജയൻ വലിയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. 99 സീറ്റുകൾ നേടിയാണ് അദ്ദേഹം ജയിക്കുന്നത്. അത് നമുക്ക് ഒരുപക്ഷെ വിരോധാഭാസമായി തോന്നാം. അന്ന് ഇവിടെ പലരും പറഞ്ഞത്, വിശ്വാസികളല്ലാത്തവർ പറഞ്ഞു വരത്തെ അയ്യപ്പന് ശക്തിയില്ല. കണ്ടില്ലേ, പിണറായി വിജയന്റെ ഒപ്പമാണ് അയ്യപ്പൻ പിണറായി വിജയനെ കയറ്റി എന്ന് പറഞ്ഞു. പക്ഷെ അവിടെ സംഭവിച്ചത്, ഈ അയ്യപ്പന്റെ അവിടെ ഈ ലംഘനം നടന്നതിന് ശേഷം ഒരു പ്രളയമുണ്ട്, മഹാപ്രളയം കേരളം കണ്ടത് 2018. ആ പ്രളയ സമയത്ത് വലിയ രീതിയിൽ തന്നെ കേരളത്തിലെ ചെറുതും വലുതുമായി എല്ലാവരും രംഗത്തിറങ്ങുകയും ആ പ്രളയത്തിന് ആ സംസ്ഥാന സർക്കാർ, അത് നമ്മൾ ശ്ലാഘനീയം തന്നെയാണ് പിണറായി സർക്കാരിന്റെ ആ ഒരു കാലഘട്ടം, അത് പറയാതിരിക്കാൻ കഴിയില്ല. ഒടുവിൽ കിറ്റ് വരെ കൊടുത്തു. അങ്ങനെ ജനം നല്ലൊരു സർക്കാരാണല്ലോ, കാരണം പ്രളയകാലത്ത് ഞങ്ങൾക്ക് രക്ഷിച്ചു. അന്നത്തെ പിണറായി വിജയന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട്,
അപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുകയും അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങുകയൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ചെയ്തത്. പിന്നെ ഈ ശബരിമല വിഷയത്തിനകത്ത് അന്ന് സമരത്തിന് ഇറങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഒരു ആത്മാർത്ഥതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കറക്റ്റാണ്. കാരണം അവർക്ക് അറിയില്ല ഇത് എങ്ങനെ കൊണ്ടുപോകണം. അത് BJPക്ക് ഉണ്ടായിരുന്നില്ല, കോൺഗ്രസിനും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ രണ്ടും പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ആചാരവും വിശ്വാസവും ഒരിക്കലും ഇവരുടെ ഈ പൊളിറ്റിക്കലി ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. ലോകത്തെങ്ങും കഴിയാറില്ല. അതാണ് രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾ. അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൽ ഇടപെട്ടിട്ട് ശരിയും തെറ്റും പറയാൻ കഴിയുന്നത്? അത് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ. എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ ആദ്യമായിട്ടായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ മുമ്പിൽ ഒരു വിശ്വാസ പ്രശ്നം വരുന്നത്. അതിനു മുമ്പ് അവർക്കുള്ളതെല്ലാം, അവർക്ക് നേരിടേണ്ടി വന്നതെല്ലാം പൊളിറ്റിക്കൽ പ്രശ്നം. ഇപ്പൊ BJPക്ക് കമ്മ്യൂണിസത്തെ എതിർത്താൽ മതി, കമ്മ്യൂണിസത്തിന് BJP എതിർത്താൽ മതി. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മതത്തിന്റെ വിശ്വാസ പ്രശ്നം വരുമ്പോൾ ഇവർ ശരിക്കും അന്താളിച്ചു പോയി എന്നുള്ളതാണ്. കാരണം ഇവർക്ക് എന്ത് സ്റ്റാൻഡ് എടുക്കണമെന്ന് അറിയില്ല. കാരണം ഇന്ന് വരെ ഇവരുടെ പൊളിറ്റ് ബ്യൂറോയിലോ ഇല്ലെങ്കിൽ BJPയുടെ കോർ കമ്മിറ്റിയിലോ അവരിന്ന് വരെ ഈ അമ്പലക്കാരെയോ ഇല്ലെങ്കിൽ അമ്പലത്തിലെ പൂജയെക്കുറിച്ച് അവരിതുവരെ ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യുകയുമില്ല, അതിന്റെ ആവശ്യവുമില്ല. കാരണം അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അവരുടെ അജണ്ട എന്ന് പറഞ്ഞ വികസനത്തെ കുറിച്ചോ ഇല്ലെങ്കിൽ മറ്റു കാഴ്ചപ്പാടുകളോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഇവരൊന്ന് പതറി നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അത് കോൺഗ്രസും പതറി നിന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പെട്ടുപോയതുകൊണ്ട് അനങ്ങാൻ പറ്റില്ല, അവർ വാ തുറന്നില്ല, അവർ പെട്ടു. കോൺഗ്രസിനും BJPക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിശ്വാസ പ്രശ്നം കടന്നു വരുന്നത്. അതൊരു കറക്റ്റായ കാര്യമാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. കാരണം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അതങ്ങനെ അതിനകത്ത് ഇൻവോൾവ് ആകാൻ ഒരു ഉറച്ച സ്റ്റാൻഡിലേക്ക് എടുത്തിട്ട് ഇവർ ആദ്യ ഘട്ടത്തിൽ പതറി. അതാണ് അതിനകത്ത് പ്രശ്നം. BJPക്ക് വന്ന കുഴപ്പം അവര് BJP ഇതിന്റെ ഫസ്റ്റ് ഘട്ടത്തിൽ പതറുകയും ഇവർക്ക് ഇതിന്റെ ഒരു കടിഞ്ഞാണ്. കാരണം ഇവർക്ക് ഇത് ആദ്യത്തെ സംഭവമായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക്. അതിനുശേഷം പലരും പറഞ്ഞു അയ്യപ്പന് കരുത്ത്. പക്ഷെ ഇപ്പോൾ അയ്യപ്പ ഭക്തർ ഒന്നടങ്കം പറയുന്നു അയ്യപ്പൻ ശക്തനാണ്. കാരണം അയ്യപ്പൻ അന്ന് ഇച്ചിരി വെയിറ്റ് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഭരണകൂടത്തിന്റെ അടിവേരറത്ത് മുച്ചൂടും മുടിച്ചിട്ട് വേണം എനിക്ക് എന്റെ പ്രതികാരം പൂർത്തിയാക്കാൻ, ഇല്ലെങ്കിൽ എന്റെ ആ ഒരു ഇത് പ്രതികാരം പൂർത്തിയാക്കാൻ എന്ന് അന്ന് പറയുമായിരുന്നു അന്ന് അയ്യപ്പ ഭക്തർ. ഇന്ന് അന്ന് പറഞ്ഞ അയ്യപ്പ ഭക്തരുടെ വാക്കുകൾ ഇന്ന് ശരിയായിട്ട് വരുന്നുണ്ട്. കാരണം ഇന്നിപ്പോ നോക്കുമ്പോഴത്തേനും ദേവസ്വം ബോർഡിന്റെ താഴെ തട്ടിൽ നിന്നുള്ള കൊള്ള പിടിച്ചു. ഇന്ന് പിണറായി സർക്കാരിനെതിരെ ഉള്ള പ്രധാന ഒരു ബ്ലാക്ക് മാർക്ക് ഏതാണ്? ശബരിമല കൊള്ളയാ. ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇല്ലെങ്കിൽ LDF സർക്കാർ ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ കേരളത്തിൽ കാഴ്ചവെച്ച് 3ാം വട്ടവും ഒരുപക്ഷെ പിണറായി സർക്കാർ വന്നേനെ. അതിനെ പുറകോട്ടടിച്ച ഒരു പ്രധാന പ്രശ്നം കൊള്ളയാണ്. അയ്യപ്പന്റെ അകത്തുള്ള സ്വർണങ്ങളും മറ്റും അടിച്ചുകൊണ്ട് പോകുന്നതിന് ഒരു വലിയ കൊള്ളയ്ക്ക് സർക്കാർ കൂട്ടുനിന്നു. ഇതിൽ നിന്ന് കോൺഗ്രസിന് മുക്തി നേടാൻ കഴിയുന്നില്ല. കാരണം ഇതൊരു വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു കൊള്ളയാണ് എന്നുകൂടി വന്നപ്പോഴേക്കും ജനങ്ങൾ, വിശ്വാസി എന്ന് പറയുന്നൊരു വലിയ വിഭാഗമുണ്ട്, വിശ്വാസിക്ക് രാഷ്ട്രീയമില്ല, ഒരു വിശ്വാസിക്കും രാഷ്ട്രീയമില്ല. ഞാനിപ്പോൾ ഭഗവാൻ കൃഷ്ണനെയാണ് എന്റെ വിശ്വാസമെങ്കിൽ കൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് അല്ല, കൃഷ്ണൻ BJP അല്ല, കൃഷ്ണൻ കോൺഗ്രസും അല്ല. എനിക്ക് കൃഷ്ണനെയാണ് വിശ്വാസം. അത് കഴിഞ്ഞിട്ട് എനിക്ക് രാഷ്ട്രീയത്തെ കുറിച്ചൊരു വിശ്വാസം ചിന്തിക്കത്തുള്ളൂ. അവിടെ ആരാണോ എന്റെ ഭഗവാൻ ഒപ്പം നിൽക്കുന്നത് അവന് ഞാൻ ചിലപ്പോൾ വോട്ട് ചെയ്തിരിക്കും. എന്റെ ഭഗവാൻ എതിർപ്പ് നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള പാർട്ടിയാണെങ്കിൽ പോലും ഞാൻ ചെയ്തു എന്ന് വരില്ല. അവിടെയാണ് ഇപ്പോൾ പെട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഇതാ വന്നിരിക്കുന്നു, നാളെ സുപ്രീം കോടതിയിലെ സ്ത്രീ പ്രവേശന ഹർജി പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇനി മുതലുള്ള ദിവസങ്ങളിൽ CPMന്റെ നേതാക്കളോട് ജനവും മാധ്യമങ്ങളും ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമായിരിക്കും, കോടതിയിൽ എന്തായിരിക്കും നിങ്ങളുടെ നിലപാടെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് ഒരു നിലപാടിലേക്ക് എത്തേണ്ടി വരുന്നു. അതായത് അക്ഷരാർത്ഥത്തിൽ പെട്ടു എന്ന് പറയുന്നതാണ് അതിന്റെ കറക്റ്റ്. കാരണം ഒരു മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. സ്ത്രീ പ്രവേശനത്തെ മണ്ണും പോവും. ഇനി എതിർത്ത് കഴിഞ്ഞാൽ മതേതര വോട്ട് പോകും. എന്ത് ചെയ്യണം? ഇപ്പോഴാണ് ശരിക്കും CPM അയ്യപ്പന്റെ കറക്റ്റ് ആ വിരാട രൂപം കാണുന്നത്. ഇപ്പോഴാണ് അവരെ ഇങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ് നാളത്തെ കോടതിയുടെ ആ ഹർജി പരിഗണിക്കുക എന്ന് പറയുമ്പോൾ. കാരണം ഇനി മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതായിരിക്കും, ഗോവിന്ദനോട് ചോദിക്കുന്നു, പിണറായിയോട് ചോദിക്കുന്നു, P. രാജീവിനോട് ചോദിക്കുന്നു. ഈ ചോദ്യമായിരിക്കും, എന്താണ് സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിങ്ങളുടെ നിലപാട്? പഴയ നിലപാട് പറയാൻ പറ്റില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇപ്പോഴുള്ളത്, അടിപതറി നിൽക്കുന്ന പാർട്ടിയാണ്. ഇനി ഒരു വാക്കുണ്ടെങ്കിൽ തകർന്ന് ചീട്ടുകൊട്ടാരം പോലെ പോകും. മതേതര വോട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കണം. ഇനി അതല്ല, ഹിന്ദു വോട്ടിന് വേണ്ടിയിട്ടാണ് ഇവർ മലക്കം മറിയണം. മലക്കം മറിഞ്ഞാലും ഇത് ചെയ്താലും ഇവരുടെ നിലപാടിനകത്ത് വലിയ പ്രത്യാഘാതങ്ങൾ തന്നെ ഉണ്ടാക്കും ഇവർക്ക്. അപ്പൊ ഈ ഒരു വിഷയമാണ് CPM അഭിമുഖീകരിക്കുന്ന വിഷയം. ഇവിടെ BJPക്ക് ടെൻഷനില്ല,
കോൺഗ്രസിന് ടെൻഷൻ ഇല്ല, ആർക്കും ടെൻഷൻ ഇല്ല. കാരണം എന്താ അറിയാം, ഇത് അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം അവരിതിനകത്ത് അഭിപ്രായം ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം കോടതി, സർക്കാരും ഈ കേസ് കൊടുത്ത NSS അടക്കമുള്ള സംഘടനകളുമാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ തന്നെ NSSന്റെ സുകുമാരൻ നായർ പറഞ്ഞു കഴിഞ്ഞു, പിണറായി നിലപാട് വ്യക്തമാക്കണം, സംസ്ഥാന സർക്കാർ നിലപാട്. ഇവിടെയാണ് ഇനി ഹിന്ദു സമൂഹത്തിന് കേരളത്തിൽ അറിയേണ്ടത് എന്താണ് പിണറായി സർക്കാരിന്റെ നിലപാട്. നിങ്ങൾ ഈ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒപ്പമാണോ, അതോ ഇതിനെ തകർക്കുന്ന ആ ഒരു സിസ്റ്റത്തിനൊപ്പമാണോ എന്ന് അറിയണം. കമ്മ്യൂണിസം യഥാർത്ഥമാണെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ നിലപാടിനൊപ്പം നിൽക്കും. നിങ്ങളുടെ കമ്മ്യൂണിസം നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ ആചാരമല്ല വലുത്, ജെൻഡർ ഈക്വാലിറ്റിയാണ് വലുത്, സുപ്രീം കോടതി വിധിയാണ് മുഖ്യമെന്ന് നിങ്ങൾ പറയും. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് വോട്ട് തട്ടാനുള്ള ഒരു തന്ത്രമായിട്ട് പ്രതിപക്ഷം വ്യാഖ്യാനിച്ചിട്ടും തെറ്റില്ല. ഇപ്പോഴാണ് അയ്യപ്പ ശരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ശബരിമലയിലെ കൊള്ള കണ്ടുപിടിച്ചത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല, ശബരിമലയിലെ കൊള്ള കണ്ടുപിടിച്ച് ഇവിടുത്തെ സംസ്ഥാന സർക്കാരല്ല, ഹൈക്കോടതി ഇടപെട്ട് കോടതി ആയതുകൊണ്ട് ഇത്രത്തോളം എത്തി, ഇവിടം വരെ എത്തി. കുറച്ചു പേരെങ്കിലും അകത്ത് പോയി, ജാമ്യം കിട്ടിയ എല്ലാവർക്കും അകത്ത് പോകേണ്ട ഒരു സ്ഥിതി വന്നു കോടതിയായി. അതും അയ്യപ്പൻ കോടതി വഴി പണി നടത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസികൾ പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഹർജി നാളെ വരണോ വേണ്ടോ എന്ന് എന്തായാലും സംസ്ഥാന സർക്കാർ പറയത്തില്ലല്ലോ. ഈ ഇലക്ഷൻ അടുത്തിരിക്കുന്ന വേളയിൽ നാളെ തന്നെ ഹർജി പരിഗണിക്കണമെന്ന് പറയാൻ യാതൊരു വകുപ്പുമില്ല. ഏതായാലും മറ്റുള്ളവരും പറയാൻ വകുപ്പില്ല. എന്തോ ഒരു വിധിയുടെ ഒരു വിളയാട്ടം കണക്ക് നാളെ ആ ഹർജി പരിഗണിക്കുമ്പോൾ, നാളെ വിധി വരുമെന്നല്ല പറയുന്നത്, ആ ഹർജി പരിഗണിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾ വാനിൽ ഉയരുക തന്നെ ചെയ്യും. പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ സർക്കാർ ഏറ്റവും കൂടുതൽ വേട്ടയാടാൻ പോകുന്നത് അയ്യപ്പൻ തന്നെയായിരിക്കും. ഇത്തരത്തിലെടുപ്പിൽ അയ്യപ്പൻ തന്നെയായിരിക്കും ഈ ഒരു സിസ്റ്റത്തിന്റെ, അതായത് ഈ ഒരു LDF സർക്കാരിന്റെ അടിത്തറ മാന്തുന്നതും. അത് ദേവസ്വം ബോർഡിന്റെ താഴത്തെ സ്റ്റാഫ് തൊട്ട് അയ്യപ്പൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. ഞാനും ആ വിശ്വാസത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ജെൻഡർ ഈക്വാലിറ്റി ഒക്കെ വേണം, പക്ഷെ വിശ്വാസം അനുസരിച്ച് ഒരിടത്തേക്ക് ഇടിച്ചു കയറുകയല്ല വേണ്ടത്. ഇപ്പൊ മുസ്ലിം പള്ളികളിൽ ഈ സ്ത്രീകൾ കയറി പ്രാർത്ഥിക്കാറുണ്ടോ? അവിടെ ആരും പറയുന്നില്ലല്ലോ വേണമെന്ന്. ഇല്ല, അവര് കയറ്റി പ്രാർത്ഥിക്കാണ്. ഇനി ഞാൻ അവസാനമായ ഒരു കാര്യം ചോദിക്കുന്നു, വേറൊന്നും തോന്നരുത്. ഈ സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് പ്രവേശന വിലക്കുള്ള ഒരു സ്ഥലം ഇല്ല ഈ കേരളത്തിൽ. നിങ്ങളുടെ നാട്ടിലല്ലേ ധനുഷ അതുള്ളത്? ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ ഏതെങ്കിലും പുരുഷനെ അനുവദിക്കാറുണ്ട്? ഞാനത് പറയുമ്പോൾ പുരുഷന്മാർക്ക് വേണ്ടി വാദിക്കാണെന്നല്ല, നമുക്കത് പറയാം അല്ലേ? അങ്ങനെ കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് തെറ്റില്ലല്ലോ അതിനകത്ത്. ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു സ്ഥലമല്ലേ അത്, ആറ്റുകാൽ പൊങ്കാല വരുമ്പോഴത്തേനും അവിടെ അതൊരു വിലക്കല്ലല്ലോ, നിയമപരമായ വിലക്കല്ലല്ലോ, അതൊരു ആചാരപരമായിട്ടുള്ള ഒരു വിശ്വാസമല്ലേ അത്. സ്ത്രീകളുടെ പൊങ്കാലയാണ്, സ്ത്രീകളുടെ ശബരിമല അല്ലേ? ആണല്ലോ. അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ആകെ ഇവിടെ ഉള്ളത് നമ്മുടെ രാഹുൽ ഈശ്വർ മാത്രമുണ്ട്, പുള്ളി അറിഞ്ഞില്ലെന്ന് തോന്നി ഈ വിഷയം. അപ്പൊ അത് ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞതാണ്, എങ്കിൽ പോലും അങ്ങനെയുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പറയാനല്ലേ അത് പാടില്ല, നാളെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സകലമാന പുരുഷന്മാരും പങ്കെടുക്കണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതൊരു വിശ്വാസമാണ്, ഒരു ആചാരമാണ്. ഒരു സമൂഹത്തിന്റെ ആചാരത്തിൽ എന്തിന് കൈ കടത്തുന്നു? ഒരു കുടുംബത്തിൽ എന്തിനു പോയിട്ട് തലയിടുന്നു ചോദിക്കുന്നതൊക്കെ തന്നെയാണ്. ഒരുത്തന്റെ വിശ്വാസത്തിൽ ഇടപെടേണ്ട ആവശ്യമേ ഇല്ല. അത് അതിന്റെ വഴിക്ക് വിടുക. ഏതായാലും പിണറായി സർക്കാരിനെ സംബന്ധിച്ചും നാളെ മുതൽ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയമാണ് ശബരിമല വിഷയം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വിഷയം ഇവിടുന്ന് അനാലിസിന് തന്നെ വിധേയമാക്കിയത്.